പറയുന്ന വാക്കുകളിൽ കൃത്യത, നിലപാടുകളിൽ വിട്ടുവീഴ്ചയില്ലാത്ത ജാഗ്രത, നിയമസഭയെ നിശബ്ദമാക്കുന്ന വാക്ചാതുരി, അതാണ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നിന്ന് കേരളത്തിന്റെ നായകസ്ഥാനത്തേക്ക് അദ്ദേഹം ചുവടുവെക്കുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയൊരു ചർച്ചയ്ക്കാണ് വഴി തുറക്കുന്നത്. നാളത്തെ കേരളത്തെ നയിക്കാൻ പോകുന്ന വി.ഡി. സതീശൻ എന്ന ജനകീയ നേതാവിന്റെ യഥാർത്ഥ ജീവിതകഥയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നെട്ടൂർ എന്ന ഗ്രാമത്തിൽ നിന്നും KSU എന്ന വിദ്യാർത്ഥി സംഘടനയിലൂടെയാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കലാലയ രാഷ്ട്രീയത്തിൽ നിന്ന് പൊരുതി വളർന്ന അദ്ദേഹം നിയമബിരുദവും ബിരുദാനന്തര ബിരുദവും നേടി അഭിഭാഷകനായി തിളങ്ങി. 2001 പറവൂർ മണ്ഡലത്തിൽ നിന്നും ആദ്യമായി നിയമസഭയിലെത്തിയ സതീശൻ പിന്നീട് ആ മണ്ഡലത്തെ തന്റെ നെഞ്ചോട് ചേർത്തു നിർത്തി. 5 തവണ തുടർച്ചയായി പറവൂരുകാർ അദ്ദേഹത്തെ നിയമസഭയിലേക്ക് അയച്ചെങ്കിൽ അതിന് പിന്നിൽ ജനങ്ങളോട് അദ്ദേഹം കാണിച്ച വിശ്വസ്തത ഒന്നു മാത്രമായിരുന്നു. കേരളം വലിയ പ്രതിസന്ധികളെ നേരിട്ട പ്രളയകാലത്ത് പറവൂരിൽ അദ്ദേഹം നടപ്പിലാക്കിയ പുനർജനി ഭവന പദ്ധതി വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. 2021 കോൺഗ്രസിന്റെ നേതൃമാറ്റത്തിലൂടെ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ വി.ഡി. സതീശൻ ഭരണപക്ഷത്തിന് എന്നും ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. വസ്തുതകൾ പഠിച്ച് കൃത്യമായ തെളിവുകളോടെയുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗവും കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയവയാണ്. ഈ കഠിനാധ്വാനവും കൃത്യതയുമാണ് ഇന്ന് അദ്ദേഹത്തെ ഈ പരമോന്നത പദവിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തിന്റെ അമരക്കാരനിൽ നിന്നും ഇനി നാടിന്റെ ഭരണസാരഥിയായി മാറുമ്പോൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. വി.ഡി. സതീശന്റെ ഈ പുതിയ രാഷ്ട്രീയ ഇന്നിംഗ്സിനും മാറ്റങ്ങൾക്കും നമുക്ക് ഏവർക്കും വലിയ ആശംസകൾ നേരാം. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കാൻ പോകുന്ന വി.ഡി. സതീശനെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൂ സ്റ്റോറീസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.